മനസ്സിലാക്കുക. നമ്മൾ പലപ്പോഴും നമ്മുടെ കൂടെയുള്ളവരെ മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കുന്നില്ല. നമ്മൾ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായിരുന്നു, അയ്യോ ഞാൻ അറിയാതെ പോയി, എനിക്കത് മനസ്സിലായില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മനസ്സിലാക്കാമായിരുന്നു, അയ്യോ ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ. ശരിയാണ് പ്രിയമുള്ളവരെ, പലപ്പോഴും നാം നമ്മുടെ മാനുഷികതയിൽ നിന്നുകൊണ്ട് നമ്മുടെ കൂടെയുള്ളവരെയൊക്കെ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഈ തപസ്സുകാലം പരസ്പരമൊന്ന് മനസ്സിലാക്കാനുള്ള നാളുകളാണ് എന്ന് തോന്നുന്നു. ബന്ധങ്ങളിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് ഈ മനസ്സിലാക്കാൻ കഴിയാതെ പോകുന്ന ഈ ഒരു കാര്യം. നമ്മുടെ കൂടെയുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം എന്നോട് ദേഷ്യപ്പെട്ടതെന്ന് നമ്മളാരും മനസ്സിലാക്കാറില്ല. നമ്മുടെ കൂടെയുള്ളവർ നമ്മളെ ചിലപ്പോൾ ഉപദേശിക്കാറുണ്ട്. ഒരുപക്ഷെ അപ്പനാകാം, അമ്മയാകാം, സഹോദരങ്ങളാകാം. എന്തുകൊണ്ടാണ് അവർ ഇപ്രകാരം ചെയ്ത് നമ്മളവരെ മനസ്സിലാക്കാറില്ല. നമ്മുടെ കൂടെയുള്ളവർ ഒരുപക്ഷെ നമുക്ക് നൽകിയ മറുപടി വ്യത്യസ്തങ്ങളായിരിക്കാം. എന്തുകൊണ്ടാണ് അപ്രകാരം ഒരു മറുപടി നൽകിയതെന്ന് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കാറില്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങളെന്തേ എന്നെ മനസ്സിലാക്കാതെ പോകുന്നു? ക്രിസ്തു ശിഷ്യരായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടവരാണ്. കെസറിയ ഫിലിപ്പി എന്ന പ്രദേശത്ത് ആയിരുന്നു കൊണ്ട് യേശു തൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് ഈ ജനങ്ങൾ പറയുന്നത്? അവരതിനുള്ള ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് യേശു ചോദിക്കുകയാണ്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ എന്നെ മനസ്സിലാക്കിയോ? കൂടെ ഉള്ളവർ, ഒപ്പം നടക്കുന്നവർ പരസ്പരം മനസ്സിലാക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് ദൈവം. അതിന് പത്രോസ് അപ്പോസ്തലൻ ഉത്തരം നൽകുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. ആ ക്രിസ്തുവിനെ മനസ്സിലാക്കി, അതുകൊണ്ട് തന്നെ ദൈവം അവനെ ഉയർത്തുകയാണ് ചെയ്യുന്നത്. സിംഹാസനം നൽകി, പത്രോസാകുന്ന പാറമേൽ ഞാൻ എൻ്റെ സഭ സ്ഥാപിക്കുമെന്ന്. പ്രിയമുള്ളവരെ, കൂടെയുള്ളവരെ മനസ്സിലാക്കാനുള്ളൊരു കാലം. നമ്മളൊക്കെ നമ്മുടെ അപ്പനെയും അമ്മയെയും നമ്മുടെ സഹോദരങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ളൊരു കാലമാണ് ഈ തപസ് കാലം. നമ്മുടെ പപ്പായുടെ, നമ്മുടെ അമ്മയുടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? നമ്മുടെ പപ്പയുടെ, അമ്മയുടെ ഇഷ്ടപ്പെട്ട വസ്ത്രം, അവർ പോകാൻ ആഗ്രഹിക്കുന്ന സ്ഥലം, ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? അവർ കാണാൻ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ആരാണ്? ഇതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? കൂടെയുള്ളവരെയൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള നാളുകളായിട്ട് ഈ തപസ്സുകാലം മാറണം. നാം എല്ലാറ്റിൽ നിന്നും വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ഇന്നത്തെ ഈ സമൂഹത്തിൽ എല്ലാറ്റിൽ നിന്നും വിട്ടുപോകാൻ നമ്മളെ പ്രലോഭിപ്പിക്കുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. ഭക്ഷണം, ആഡംബരം, സോഷ്യൽ മീഡിയ, ട്രിപ്പുകൾ, ഫ്രണ്ട്ഷിപ്പ്, നൈറ്റ് ഗ്യാതറിങ്സ്, ഇങ്ങനെ പലതിലും നമ്മൾ അകപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വ്യക്തികളെ, മനസ്സിലാക്കേണ്ട പലതിനെയും നാം മനസ്സിലാക്കാതെ വേറെ എവിടേക്കോ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കൽ ഒരു അമ്മയും കുഞ്ഞും തങ്ങളുടെ നഗരത്തിൽ പട്ടിണി ക്ഷാമം രൂക്ഷമായി, ഇനി പട്ടിണി കിടന്ന് മരിക്കുകയേ വഴിയുള്ളൂ എന്ന അവസ്ഥ കണ്ടപ്പോൾ ആ അമ്മയും കുഞ്ഞും കൂടെ തങ്ങൾക്കുണ്ടായിരുന്ന ഭാണ്ഡക്കെട്ടും എടുത്തുകൊണ്ട് അവർ യാത്രയാകുകയാണ്. കാട്ടിലൂടെയുള്ള യാത്രയിൽ ഒരു ഗുഹ കണ്ടു. ആ ഗുഹയിൽ നിന്നൊരു ശബ്ദമുണ്ടായി. ഈ ഗുഹയിൽ ഒരു മണിനാദം മുഴങ്ങും, അപ്പോൾ ഈ ഗുഹ തുറക്കപ്പെടും. ആ സമയം നിങ്ങൾക്ക് ആ ഗുഹയിലേക്ക് കയറാം. നിങ്ങൾക്ക് ആ ഗുഹയ്ക്കുള്ളിൽ നിന്നും ഇഷ്ടമുള്ള ഭക്ഷണങ്ങളും ഇഷ്ടമുള്ള വസ്തുക്കളും എടുക്കാം. മണിനാദം വീണ്ടും മുഴങ്ങുമ്പോൾ ഗുഹ വിട്ട് പുറത്തു പോകണം, അല്ലെങ്കിൽ ഗുഹയ്ക്കകത്ത് കിടന്ന് നിങ്ങൾ മരിച്ചു പോകും. ഈ ശബ്ദം കേട്ട, ഗുഹയിൽ നിന്നുള്ള ഈ ശബ്ദം കേട്ട അമ്മ മണിനാദം മുഴങ്ങിയ ഉടനെ തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ഈ ഗുഹയിലേക്ക് കയറുകയാണ്. ഗുഹയിൽ അതിവിശിഷ്ടമായ ഭക്ഷണങ്ങൾ വിളമ്പി വച്ചിരിക്കുന്നു. സ്വർണം, പവിഴങ്ങൾ എല്ലാം ഉണ്ട്, വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ. ഇത് കണ്ട അമ്മയും മകനും തങ്ങൾക്ക് ലഭിച്ച ആ ഭക്ഷണമെല്ലാം കഴിച്ച് ഈ അമ്മ തനിക്ക് അവിടെ കണ്ട എല്ലാ വസ്തുക്കളും വാരി തൻ്റെ ഭാണ്ഡക്കെട്ട് നിറച്ചുകൊണ്ടിരിക്കുന്ന സമയം മണിനാദം മുഴങ്ങി. ആ ഭാണ്ഡക്കെട്ടുകളും വലിച്ച് തൻ്റെ തോളിൽ വെച്ചുകൊണ്ട് ഈ അമ്മ പുറത്തേക്കിറങ്ങിയപ്പോൾ ഗുഹ അടഞ്ഞു. കുറച്ചു കഴിഞ്ഞ് നോക്കുമ്പോഴാണ് സ്വന്തം മകനെ കാണുന്നില്ല എന്ന് ഈ അമ്മ അറിഞ്ഞത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതവും പലപ്പോഴും ഇങ്ങനെയാണ്. നാം ഈ ലോകത്തിൻ്റെ പലതും കണ്ട് അതിലേക്ക് പോകുമ്പോൾ
നമ്മുടെ വേണ്ടപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കാതെ അറിയാതെ പോകുന്ന സാഹചര്യങ്ങൾ ഒത്തിരിയുണ്ട്. വചനം പറയുന്നത്, നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഈ ഭൂമിയിൽ നീ ദീർഘകാലം ജീവിക്കാൻ നീ നിൻ്റെ അപ്പനെയും അമ്മയെയും മനസ്സിലാക്കുക. ശാന്തമാവുക, ഞാൻ ദൈവമാണെന്നറിയുക. ദൈവത്തെ മനസ്സിലാക്കുക. ദൈവത്തെയും നമ്മുടെ കൂടെയുള്ളവരെയും മനസ്സിലാക്കിക്കൊണ്ട് ജീവിതം നമുക്ക് മുന്നോട്ട് പോകാം. അതുകൊണ്ടാണ് കവി ഇപ്രകാരം പറയുന്നത്, അടുത്തു നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശൻ അദൃശ്യനായാൽ അതിലെന്താശ്ചര്യം. കൂടെയുള്ളവരെ മനസ്സിലാക്കി അതിലൂടെ ദൈവത്തെ മനസ്സിലാക്കുന്ന നല്ലൊരു നോമ്പുകാലം നമുക്കേവർക്കും ഉണ്ടാകട്ടെ. ആമേൻ.